ആരോഗ്യമുള്ള ശരീരം, ശാന്തമായ മനസ്സ്, സ്നേഹം നിറഞ്ഞ വീട്. ഈ കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് ലൈഫിൽ വാങ്ങുവാൻ കഴിയില്ല. അത് നേടിയെടുക്കേണ്ട വിഷയങ്ങളാണ്. പറഞ്ഞിരിക്കുന്നത് നവാൽ രബിയാണ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ ഒരു പുസ്തകത്തെക്കുറിച്ചാണ്. അൽമനാക് ഓഫ് നവാൽ രബിയാണ്. നവാൽ രബിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതേ ഒരു ഏഞ്ചൽ ഇൻവെസ്റ്ററാണ്, ഫൗണ്ടറാണ്. നമ്മളിന്ന് ഉപയോഗിക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഊബർ, ട്വിറ്റർ, പോസ്റ്റ്മേറ്റ്സ് എന്നെല്ലാം തുടങ്ങിയിട്ടുള്ള ധാരാളം ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റർ കൂടിയാണ് അദ്ദേഹം. ഒരു ടെക് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ബാക്ക്ഗ്രൗണ്ട് എന്നെല്ലാം വരുന്ന ആളെന്ന നിലയിൽ നോക്കുന്ന സമയത്ത് ഒരു ഇലോൺ മസ്ക് അല്ലെങ്കിൽ മാർക്ക് സക്കർബർഗ് തുടങ്ങിയ മറ്റ് ഫൗണ്ടേഴ്സായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ വ്യത്യസ്തമാക്കി നിർത്തുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ലൈഫിനെ കുറിച്ചും അല്ലെങ്കിൽ ഹാപ്പിനെസ്സിന് തുടങ്ങിയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വ്യൂ തന്നെയാണ് നമ്മൾ ഈ ബുക്കിനെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ബുക്കിനെ മെയിൻലി 2 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് വെൽത്ത് ക്രിയേഷൻ എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ വെൽത്ത് ക്രിയേഷൻ എന്നുള്ള പാർട്ടിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മേക്കിംഗ് മണി ഈസ് എ സ്കിൽ എന്നാണ്. ലൈഫിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരു സ്കില്ല് തന്നെയാണ്. കാരണം ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. നല്ലൊരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. ഒരു നല്ല ആളുകളോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. അതുപോലെ ഒരാളെ പ്രണയിക്കുക എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. അത്തരത്തിൽ നമ്മൾ പൈസ ഉണ്ടാക്കുക, ലൈഫിൽ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നതും ഒരു സ്കില്ലായിട്ടാണ് അദ്ദേഹം പറയുന്നത്. വെൽത്ത് ക്രിയേഷനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിൽ ഓതർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബിൽഡ് സ്പെസിഫിക് നോളജ് എന്നതിനെക്കുറിച്ചാണ്. സ്പെസിഫിക് നോളജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും നമ്മൾ സ്കൂളിലൂടെ പഠിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അക്കാദമിക് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല അത് പറയുന്നത്. തിരിച്ച് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആ കാര്യങ്ങൾ പഠിക്കുന്നത് ഇപ്പോൾ ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളത് സ്കൂളിലൂടെയോ അല്ലെങ്കിൽ അതൊരു തിയറിറ്റിക്കലായിട്ട് ഒരു ബുക്ക് വായിക്കുന്നതിലൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങളല്ലാതെ അത് വളരെ കാലത്ത് എക്സ്പീരിയൻസ് കൊണ്ടും നമ്മൾ ഒരു താല്പര്യം ഒരു വിഷയത്തിൽ നമ്മൾ വളരെ ഡീപ്പ് ഇൻട്രസ്റ്റ് എടുക്കുന്നതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കത് ഒരു താല്പര്യത്തിലൂടെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന നമ്മൾ അക്വയർ ചെയ്യുന്ന കുറേ നോളജ് നമ്മൾ ആ ഒരു സ്കില്ലാണ് പ്രത്യേകിച്ച് സ്പെസിഫിക് നോളജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു സ്പെസിഫിക് നോളജുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് മെയിൻലി അവർ ആ ഒരു ഫീൽഡിൽ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അതുപോലെ തന്നെ അതിന് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ അവർ തയ്യാറായിരിക്കും. ഇപ്പോൾ മറ്റ് വർക്ക് ഫോഴ്സായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു IT സെക്ടറോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഡാറ്റ ആൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു നോർമൽ ജോലി ചെയ്യുന്ന ആളുകളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു സ്പെസിഫിക് നോളജ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അങ്ങനെ ഒരു മേഖലയിൽ അത്രയും ഡീപ്പായിട്ടുള്ള അറിവുള്ള ഒരാളെ റീപ്ലേസ് ചെയ്ത് മറ്റൊരാളെ വയ്ക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായതുകൊണ്ട് തന്നെ നമ്മളൊരു വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്ന സമയത്ത് ആ ഒരു കാര്യത്തിലോട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ അത്രയും ഡീപ്പായിട്ടുള്ള വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്താൻ വളരെ ഈസി ആയിട്ട് നമുക്ക് അവിടെ എത്താൻ കഴിയും എന്നുള്ളതാണ് ഓതർ ഇവിടെ സ്പെസിഫിക് നോളജ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ക്രിയേഷൻ ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഓതർ ഉപയോഗിക്കുന്ന മറ്റൊരു ടേം എന്ന് പറയുന്നത് ലെവറേജ് ആണ്. ലെവറേജ് എന്ന് പറയുന്നത് മെയിൻലി ഇതിനകത്ത് ഒരു 3 ടൈപ്പ് ഓഫ് ലെവറേജിനെ കുറിച്ച് ഓതർ സംസാരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലേബറാണ്. നമ്മൾ ഒരാൾ ഒറ്റയ്ക്ക് ഒരു ജോലി ചെയ്ത് ഫിനിഷ് ചെയ്യുന്നതും ഒരു ഗ്രൂപ്പായിട്ട് ഒരു ജോലിയെ സമീപിക്കുന്നതിൽ നമ്മൾ വ്യത്യാസമുണ്ട്. ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ ഒരു കാര്യം ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അത് നമുക്ക് കുറച്ചുകൂടി എഫിഷ്യൻ്റായിട്ടും ഫാസ്റ്റായിട്ടും ആ ജോലിയെ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് ലേബർ എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ലെവറേജിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. ഒരു സെക്കൻഡ് ടൈപ്പ് ഓഫ് ലെവറേജ് ആയിട്ട് ഓതർ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പൈസയാണ്. നമുക്ക് ആ പൈസ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തൊരു വിഷയമാണെങ്കിലും നമുക്ക് പൈസ ഉപയോഗിച്ച് ആ ഒരു ബിസിനസ്സിനെ സ്കെയിൽ ചെയ്യാൻ സാധ്യമാണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെൽത്ത് ക്രിയേഷൻ പോസിബിളാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് പൈസ ഉപയോഗിക്കാനായിട്ട് ലെവറേജ് ആയിട്ട് ഒരു ഫോം ഓഫ് ലെവറേജ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓതർ സംസാരിക്കുന്നത്. തേർഡ് ടൈപ്പ് ഓഫ് ലെവറേജ് എന്നുള്ള രീതിയിൽ ഓതർ സൂചിപ്പിക്കുന്ന വിഷയം എന്ന് പറയുന്നത് യൂസ് ഓഫ് സോഷ്യൽ മീഡിയാസാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു ഡിജിറ്റൽ സ്പേസിൽ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിൽ ആളുകളിലോട്ട് റീച്ച് ഒരു കാര്യം എത്തിക്കുക എന്ന് പറയുന്ന അത്രത്തോളം വളരെ ഈസി ആയിട്ടുള്ളൊരു സ്പേസിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ബ്രാൻഡാണെങ്കിലും നമ്മളൊരു ബിസിനസ് ആണെങ്കിലും നമ്മൾ എന്ത് പരിപാടിയാണെങ്കിലും ആളുകളിലോട്ട് ഇത്രത്തോളം ഫാസ്റ്റായിട്ട് എത്തിക്കാൻ കഴിയുന്നൊരു പവർഫുള്ളായിട്ടുള്ളൊരു സോഴ്സായിട്ടാണ് അദ്ദേഹം സോഷ്യൽ മീഡിയാസിനെ സംസാരിക്കുന്നത്. ബുക്കിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിലോട്ട് വരുന്ന സമയത്ത് ഹാപ്പിനെസ് എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്നത്. ലൈഫിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ്ഇൻ്റർപ്രിറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിട്ട് ഒരു വാക്കായിട്ടാണ് ഹാപ്പിനെസ്സിനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലോട്ട് വരുന്ന സമയത്ത് ഓതർ അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ എന്താണ് ഹാപ്പിനെസ് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഹാപ്പിനെസ് എന്ന് പറയുന്ന സമയത്ത് ഓതറിൻ്റെ പെർസ്പെക്റ്റീവിൽ അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു ചോയ്സാണ് അല്ലെങ്കിൽ അതൊരു സ്കില്ലായിട്ടാണ് അദ്ദേഹം ഇവിടെ മെയിൻലി പറഞ്ഞിരിക്കുന്നത്. ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അദ്ദേഹം പറയുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് ലൈഫിൽ നല്ല ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഹെൽത്തി ആയിട്ടുള്ള വളരെ ഫിറ്റ് ആയിട്ടുള്ള ഒരു ശരീരം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ലൈഫിൽ എപ്പോഴും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളായിട്ട് വളരെ നല്ല റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നല്ല ഫുഡ് കഴിക്കുക. അതിനോടൊപ്പം തന്നെ
നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ മോശമായിട്ടുള്ള എന്തെങ്കിലും ശീലങ്ങളുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഡ്രഗ്സ് ആയിട്ടോ അല്ലെങ്കിൽ ആൽക്കഹോൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് നമ്മുടെ ലൈഫിലെ ഒരു ഹാപ്പിനെസ് ലെവൽ എന്ന് പറയുന്നത് ഓവറോൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഓഥർ പറയുന്നത്. ബുക്കിനെ കുറിച്ച് ഓവറോൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈഫിലെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും വേറൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന, ലൈഫിനെ വളരെ പോസിറ്റീവായിട്ടും വളരെ സിമ്പിളായിട്ടും കാണാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പുസ്തകം തന്നെയാണത്. ലൈഫിൽ ഒരു തവണയെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ അത്രയും അടിപൊളിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്ന ഒരു പുസ്തകം തന്നെയാണത്. അതുകൊണ്ട് നിങ്ങൾ വായിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.